സനാതനധർമ്മത്തെ അവഹേളിച്ച CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യോഗക്ഷേമ സഭ. MV ഗോവിന്ദന് സനാതനധർമ്മത്തെക്കുറിച്ചും ബ്രാഹ്മണരെക്കുറിച്ചും അറിയാത്തതുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് പറഞ്ഞു. സനാതനധർമ്മത്തെക്കുറിച്ച് അറിയാമെന്ന് സംശയം, അല്ലെങ്കിൽ അറിയില്ലെന്ന് നടിക്കുന്നു. രണ്ടാമത് ബ്രാഹ്മണരെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്ന് നമുക്ക് ബോധ്യമാവുകയാണ്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ അതിൻ്റെ ഒരു കളിയുടെ ഭാഗമായിട്ട് മറ്റ് പല ജാതിമത അവരോട് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫൗൾ പ്ലേ ആയിട്ട് എനിക്കതിനെ കാണാൻ കഴിഞ്ഞു. അല്ലാണ്ട് ഇദ്ദേഹത്തിന് ശരിക്കും പറയാൻ അറിയാൻ വയ്യ എന്നൊന്ന് വിശ്വസിക്കാൻ വയ്യ. പിന്നെ വേറെ എന്നുള്ളത് ഈ ബ്രാഹ്മണരോടുള്ള എന്തോ ഒരു അപകർഷതാബോധമോ എന്തെങ്കിലും ഒരു പുച്ഛമോ ഒക്കെ അതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന നിലപാട് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതിനെതിരെ കടുത്ത വിമർശനമാണ് ഇപ്പോൾ യോഗക്ഷേമ സഭ നടത്തിയിരിക്കുന്നത്. MV ഗോവിന്ദന് സനാതനധർമ്മത്തെക്കുറിച്ചും ബ്രാഹ്മണരെക്കുറിച്ചും അറിയാത്തതുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് ജനം TVയോട് പറഞ്ഞു. അഖിൽ പാലോട്ടുമഠം ചേരുന്നുണ്ട്. അഖിൽ, അദ്ദേഹം പറയുന്നത് ചില കാര്യങ്ങൾ ഈ സനാതനധർമ്മത്തോടൊപ്പം തന്നെ ഈ ബ്രാഹ്മണരെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു നിലപാട് MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നും CPM നേതാക്കളുടെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടാകാറുണ്ട്. ഇത് ബ്രാഹ്മണർ എന്താണ് അല്ലെങ്കിൽ സനാതനധർമ്മം എന്താണ് എന്ന് അറിവില്ലായ്മ കൊണ്ടാണ് ഇവർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ? ദേവിക, കഴിഞ്ഞ CPMന്റെ ഇടുക്കി ജില്ലാ സമ്മേളനത്തിലെ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരാമർശം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ കുട്ടി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടക്കുന്നതാണ് ഈ സനാതനധർമ്മം എന്ന് പറഞ്ഞ് അത്തരത്തിലായിരുന്നു സനാതനധർമ്മത്തെയും ഒരു മതവിഭാഗത്തെയും ബ്രാഹ്മണ സമൂഹത്തെയും ഒന്നടങ്കം അവഹേളിക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന തരത്തിലൊരു പരാമർശം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ട്. അതിലാണ് ഇപ്പോൾ ഒരു വിമർശനവുമായി യോഗക്ഷേമ സഭ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇന്നലെ യോഗക്ഷേമ സഭയുടെ പാലക്കാട് സംസ്ഥാന സമിതി യോഗം ചേർന്നിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം അക്കീരമൺ കാളിദാസ ഭട്ടതിരിപ്പാട് യോഗക്ഷേമയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്നോട് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ബ്രാഹ്മണരോട് CPMന് പൊതുവിൽ ഒരു അവജ്ഞയും പുച്ഛവുമാണ് ഉള്ളത്. അത് അവരുടെ പ്രത്യയശാസ്ത്രപരമായി തന്നെ അതുണ്ട്. പക്ഷേ ആ പാർട്ടിയെ ഒരു കാലത്ത് നയിച്ചത് ഒരു നമ്പൂതിരിപ്പാടാണ് എന്നുള്ള കാര്യം ഇവർ ഇന്നത്തെ നേതാക്കൾ മറന്നു പോകുന്നു എന്നുകൂടി അദ്ദേഹം ഓഫ് ദ റെക്കോർഡിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സനാതനധർമ്മത്തെക്കുറിച്ചും ബ്രാഹ്മണ സമൂഹത്തെക്കുറിച്ചും ഒന്നും തന്നെ അറിഞ്ഞൂടാത്തത് കൊണ്ടാണോ അല്ലെങ്കിൽ അറിഞ്ഞൂടാ എന്ന് നടിക്കുന്നത് കൊണ്ടാണോ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായത് എന്നും കാളിദാസ ഭട്ടതിരിപ്പാട് ചോദിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ പരാമർശനം നടത്തുന്നതിലൂടുകൂടി ബ്രാഹ്മണ സമൂഹത്തെ ഒന്നടങ്കം കേരളത്തിന്റെ പൊതുമനസാക്ഷികളുടെ മുൻപിൽ ഇകഴ്ത്തിക്കാട്ടാനാണ് CPM ശ്രമിക്കുന്നത്. അവരുടെ പല നേതാക്കളും ഇത്തരത്തിൽ പല പ്രസ്താവനകളും പല ഭാഗങ്ങളിലും നടത്തിയിട്ടുണ്ട് എന്നൊരു വിമർശനം കൂടി യോഗക്ഷേമ സഭ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ചോദിക്കുന്നത് ഇപ്പോൾ സനാതനധർമ്മം എന്ന് പറയുമ്പോൾ ദേവിക നാശമില്ലാതെ നിൽക്കുന്ന ഒരു ധർമ്മത്തെ അതിനെയാണ് സനാതനധർമ്മം എന്ന് പറയുന്നത്. ഹിന്ദുത്വം എന്ന് പറയുന്നത് ആത്മജീവനാഠിയായി ഈ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ ലോകത്തിന് മുമ്പിൽ ഉയർത്തിക്കാട്ടുന്ന ഭാരതത്തിൻ്റെ സനാതന മൂല്യങ്ങളെ, ഭാരതത്തിൻ്റെ പൈതൃകങ്ങളെ, ഭാരതത്തിൻ്റെ സംസ്കാരത്തെ, ഭാരതത്തിൻ്റെ ഇതിഹാസങ്ങളെ, ഭാരതത്തിൻ്റെ പുരാണങ്ങളെ, അങ്ങനെ ഭാരതത്തിൻ്റെ എല്ലാ പൈതൃകങ്ങളെയും ഒരുപോലെ ചേർത്ത് പിടിച്ച് അങ്ങനെ ഭാരതം ഈ ലോകത്തിന് മുമ്പിൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു മൂല്യമാണ്, ഒരു മൂല്യാനുഷ്ഠിതമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്രമാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് തന്നെ. ആ സനാതനധർമ്മം, അതായത് ഭാരതത്തെ നശിപ്പിക്കണമെങ്കിൽ ഭാരതത്തിൻ്റെ സംസ്കാരത്തെ നശിപ്പിക്കണമെന്ന വൈദേശികരുടെ അതേ ചിന്താഗതികളാണ് ഇന്നും ചൈനയെ പ്രോത്സാഹിപ്പിക്കുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളെ KP ശശികല ടീച്ചർ കൂടി ചേരുന്നുണ്ട്. ശ്രീ ശശികല ടീച്ചർ, ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ വളരെ പ്രസക്തമാണല്ലോ. കാരണം സനാതനധർമ്മത്തെ നിരന്തരമായി അവഹേളിക്കുന്ന ഒരു നിലപാട് CPMന് ആദ്യം മുതൽ തന്നെ ഉണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം കൂടി CPM സംസ്ഥാന സെക്രട്ടറി രൂക്ഷ വിമർശനമാണ് സനാതനധർമ്മത്തിനെതിരെ ഉയർത്തിയത്. ഇതിനെതിരെ യോഗക്ഷേമ സഭ രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രാഹ്മണരെക്കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് ഇത്തരമുള്ള പരാമർശങ്ങൾ ഇദ്ദേഹം നടത്തുന്നതെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് അക്കീരമൺ കാളിദാസൻ ഭട്ടതിരിപ്പാട് പറയുകയുണ്ടായിരുന്നു. ഇത് ഒരു വലിയ സമൂഹത്തിൻ്റെ
ഒരു പ്രതികരണമായി കാണേണ്ടതില്ലേ? കാരണം നിരന്തരമായി ഒരു സമൂഹത്തെ മാത്രം, ഹൈന്ദവ സമൂഹത്തെ മാത്രം അവഹേളിക്കുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണരെ കടന്നാക്രമിക്കുന്നു. CPM-നോട് എന്ത് ചെയ്തിട്ടാണ് തങ്ങൾക്കെതിരെ ഇത്തരത്തിലുള്ള വിമർശനങ്ങളുമായി CPM മുന്നോട്ട് വരുന്നത് എന്ന് ചോദിക്കുന്ന ഓരോ സാധാരണ ഹൈന്ദവരുടെയും ശബ്ദം തന്നെയല്ലേ മുഴങ്ങിക്കേട്ടത്? തീർച്ചയായും അയ്യപ്പൻ കാളിദാസ ഒരുപാട് പറഞ്ഞതില് ഒരു വലിയ ശരിയുണ്ട്. അത് എന്താന്ന് പറഞ്ഞാല് സഖാവ് ഗോവിന്ദന് ബ്രാഹ്മണനെ പറ്റി അറിയില്ല എന്ന് മാത്രമല്ല ഒന്നും അറിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൂടെ ഒരു മാസ്റ്റർ എന്നൊരു വാലൊക്കെ കിടക്കുന്നുണ്ട്. ഒരു 4 ദിവസമെങ്കിലും ഒരു സ്കൂളിൽ കയറിയ ഒരു പരിചയം ഉണ്ടെങ്കിൽ, ഒരു അധ്യാപകൻ എന്നൊരു അന്തസ്സ് ഉണ്ടെങ്കിൽ ഇതുപോലെ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒന്നും അറിയില്ല. വെറും ഒരു 4-കിട ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രം, അതിനപ്പുറം ഒന്നുമല്ല. അതല്ല എങ്കിൽ സമുദായങ്ങൾ തമ്മിൽ മൈത്രിയോടുകൂടി കൊണ്ടുപോവുക എന്നത് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്വമാണ്. അതിന് പല മര്യാദകളും പാലിക്കേണ്ടതുണ്ട്. ആ മര്യാദകളൊക്കെ ലംഘിച്ചുകൊണ്ട് നിരന്തരമായി ഇങ്ങനൊരു സമൂഹത്തിന്റെ തലയ്ക്ക് കയറുന്നത് എന്തിന്? ഇപ്പൊ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടക്കുന്നു, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ നടക്കുന്നു. അത് സനാതന ധർമ്മത്തെ നന്നാക്കാൻ വേണ്ടിയാണ്. അത് ബ്രാഹ്മണ്യം എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടിയാണ്. അത് ഹൈന്ദവ സമൂഹത്തിൽ തമ്മിലുള്ള ബന്ധങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ്. എവിടെയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ഐത്തവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നത്? എവിടെയാണ് സനാതന ധർമ്മത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്? ഇന്നലെകളിൽ ആരോ എന്തോ എഴുതി വെച്ചു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും വിഡ്ഢിത്തം നടന്നു എന്ന് പറഞ്ഞാൽ അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഇത്തരത്തിൽ അപമാനിക്കാനും അപഹസിക്കാനും ആരാ സഖാവ് ഗോവിന്ദന് അധികാരം കൊടുത്തത്? ഇവിടെ അദ്ദേഹത്തിന് മതങ്ങളെ പറ്റി, എല്ലാ മതങ്ങളെയും നന്നാക്കാനുള്ള ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ഇന്നും മതം പഠിപ്പിക്കുന്നത് മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെയാണ്. അതിന്റെ കാര്യങ്ങൾ അദ്ദേഹം പഠിക്കുന്നുണ്ടോ? അതിനെപ്പറ്റി എവിടെയെങ്കിലും വെച്ച് പറയുന്നുണ്ടോ? പറയാതിരിക്കണമെങ്കിൽ ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിന് ഭയമുണ്ട്. അദ്ദേഹത്തിന്റെ കൈയും കഴുത്തും ഒക്കെ, ഇത് ഹിന്ദുക്കളെ എന്തു തന്നെ പറഞ്ഞാലും അദ്ദേഹത്തിന്റെ കൈയിനും കഴുത്തിനും ഒരു കേടും പറ്റില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ആ വിശ്വാസം ഉള്ളിടത്തോളം കാലം അദ്ദേഹം ഇങ്ങനെ ജൽപ്പനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അദ്ദേഹം ഒരു ബഫൂണായിരിക്കാം, കോമാളിയായിരിക്കാം. ഈ കോമാളിത്തരമായിരിക്കും അദ്ദേഹത്തിനെ ഒരു പക്ഷേ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന സാധാരണക്കാരൻ കോമാളിയല്ല എന്ന് ഗോവിന്ദൻ കരുതിയേ പറ്റും. കാരണം ഒരു ആവശ്യത്തിന്റെ പുറത്താണ്. ഇപ്പൊ എവിടെയെങ്കിലും ബ്രാഹ്മണരുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഹിന്ദു സമൂഹത്തിന്റെ അനാചാരങ്ങളുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് അതിന്റെ പുറത്താണ് സംസാരിച്ചെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് വെറുതെ ഇരിക്കുന്ന വെള്ളത്തെ കുത്തിയിളക്കി എടുക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ പണ്ട് ചെന്നായ പറഞ്ഞ പോലെ നീ അല്ലെങ്കിൽ നിങ്ങളുടെ തള്ള എന്ന ആട്ടുംകുട്ടിയോട് പറഞ്ഞ ഒരവസ്ഥയിൽ ഇപ്പൊ ഇത് പറയാനുള്ള എന്ത് സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? ബ്രാഹ്മണ്യത്തെയോ അല്ലെങ്കിൽ സനാതന ധർമ്മത്തെയോ പറയാനുള്ള, സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞത് ഈ ദിവസം ആയിട്ടില്ല. അദ്ദേഹം നാടിൽ നിന്നും അച്ചാരം പറ്റിയിട്ടുണ്ട്. നമുക്കറിയാം, ശതകോടികൾ ഒഴുകുന്നുണ്ട് സനാതന ധർമ്മത്തെ ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി. അത് പോക്കറ്റിൽ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വിധേയത്വമാണ് ഗോവിന്ദൻ കാണിക്കുന്നത്. ആ വാങ്ങിയ പണത്തിന്റെ അത് തീരുവോളം ഇതുപോലുള്ള ജൽപ്പനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. കാരണം കമ്മ്യൂണിസ്റ്റുകാരുടെ പണം എവിടുന്ന് കിട്ടിയാലും കഴിക്കില്ല. പണത്തിന് വേണ്ടി മാത്രമാണ്, അവർക്ക് അധികാരമാണെങ്കിലും സംഘടനാ പ്രവർത്തനമാണെങ്കിലും അത് പണത്തിന് വേണ്ടി മാത്രമാണ് നമുക്കറിയാം. കാരണം കേരളത്തെ സത്യം പറഞ്ഞാൽ സാമ്പത്തികമായി മുച്ചൂട് മുടിച്ചു. അത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്ത് പാർട്ടിയെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു പാർട്ടി ജനറൽ സെക്രട്ടറി, പാർട്ടി സഖാക്കളെ നേർവഴിക്ക് കൊണ്ടുപോകേണ്ടുന്ന ഒരു ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമല്ല സനാതന ധർമ്മത്തെ നന്നാക്കുക എന്നുള്ളത്. സനാതന ധർമ്മത്തിൽ കാലം കൊണ്ട് എന്തെങ്കിലും അഴുക്കുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാനുള്ള ആന്തരികമായ കരുത്ത് സനാതന ധർമ്മത്തിനുണ്ട്. അവരത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും ഞങ്ങൾക്ക് ബാല്യകാല വിവാഹം വേണമെന്നും ഞങ്ങൾക്ക് 3-4 കെട്ടാനുള്ള സൗകര്യം വേണമെന്നും 2-3 പെട്ടെന്ന് മൊഴി മടക്കിക്കൊണ്ട് വിവാഹം ഇതാക്കാനുള്ള മോചനം നടത്താനുള്ള അധികാരം വേണമെന്നൊക്കെ പറയുന്നതിനെ പറ്റി ഒരു വാക്ക് പറയാൻ ചങ്കൂറ്റുണ്ടോ സഖാവ് ഗോവിന്ദന്? അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഹിന്ദുക്കൾ ഒരുപാട് സംയമനമുള്ളവരാണ്, ഒരുപാട് സംയമനമുള്ളവരാണ്. പക്ഷേ അതിന്റെ അർത്ഥം ദൗർബല്യം എന്നല്ല. ആ സംയമനവും ക്ഷമയും സഹിഷ്ണുതയും ഒക്കെ അതിനൊക്കെ അർത്ഥഭേദങ്ങളുണ്ട്. ഇതിന്റെ ഒന്നും അർത്ഥം ഒരിക്കലും ദൗർബല്യം എന്നുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വിവരക്കത ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി പഠിക്കുക. അത് സനാതന ധർമ്മത്തിന്റെ മണ്ടയ്ക്കല്ല ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കയറുന്നത്. ഇത് ഒരു പരിധി വിട്ടാൽ ഹൈന്ദവ സമൂഹത്തിന് പ്രതികരിച്ചേ മതിയാവും. ക്ഷമയുടെ നെല്ലിപ്പടിയിലാണ് നിൽക്കുന്നത്. ഒരു ആവശ്യം വന്ന് എവിടെയെങ്കിലും ഒരു ഇഷ്യൂ വന്നെങ്കിൽ അതിനെപ്പറ്റി പറയട്ടെ. ഒരു ഇഷ്യൂ വരാതെ എന്തിനാണ് ഇത്തരത്തിൽ അദ്ദേഹം ആക്ഷേപിക്കുന്നത്? അതിന് മാത്രം എന്ത് മഹാപാപം ഇവർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതോ ഇവരുടെ ചാവേറുകളായി നിന്നു എന്നുള്ളതോ ഇവർക്ക് വേണ്ടി ജയിലിൽ പോയി എന്നുള്ളതോ അല്ലാതെ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം എന്ത് തെറ്റാ CPM-നോട് ചെയ്തിരിക്കുന്നത്? അതുകൊണ്ട് നിർത്താറായി എന്ന് മാത്രമാണ് ഈ കാര്യത്തെ പറയാനുള്ളത്. മാത്രമല്ല, ഈ അക്കീരമൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് ചൂണ്ടിക്കാണിച്ച മറ്റൊരു കാര്യമുണ്ട്. MV ഗോവിന്ദന് അജ്ഞതയാണ് എന്ന് പറയുന്നുണ്ട്. മറ്റാരെയോ സന്തോഷിപ്പിക്കാൻ വേണ്ടി സനാതന ധർമ്മത്തെ അവഹേളിക്കുന്ന ഒരു നിലപാട് പലപ്പോഴും CPM നേതാക്കൾ സ്വീകരിക്കാറുണ്ട്. സനാതന ധർമ്മം എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ ശാശ്വതമായ ധർമ്മം, അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ മാറ്റമില്ലാത്ത ഒരു ക്രമം എന്ന് തന്നെയാണ്. ഇതൊരു സംസ്കാരത്തിന്റെ ഭാഗമല്ലേ? ഇത് ഒരു മതപരമായ കാര്യമായി കണ്ട് ഒരു വലിയ സമൂഹത്തെ അധിക്ഷേപിക്കാനുള്ള ഒരു ആയുധമാക്കാനുള്ള കാര്യമാണോ എന്നുകൂടി ഉയർന്നു വരുന്നൊരു ചോദ്യമല്ലേ? അതല്ലേ ഞാൻ ആദ്യം
പറഞ്ഞത്, കാളിദാസൻ ഭട്ടതിരിപ്പാട് പറഞ്ഞതിലത്തെ വലിയ ശരി അജ്ഞത എന്നുള്ളത് തന്നെയാണ്. എന്നാൽ സഖാവിന് ഒന്നും അറിയില്ല എന്നുള്ളത് സത്യമാണ്. സനാതന ധർമ്മത്തെ പറ്റി അദ്ദേഹം അല്പമെങ്കിലും അറിയാൻ പരിശ്രമിച്ചിട്ട് അദ്ദേഹം അറിയണമെന്ന് നമുക്ക് താല്പര്യമില്ല കേട്ടോ. കാരണം ഇദ്ദേഹത്തെ പോലെ ഒരാൾ എന്തിനാണ് പഠിക്കുന്നത്? ഇങ്ങനെയുള്ള ആളുകളാണ് വേദം കേൾക്കരുത് എന്ന് പറയുന്നത്. ചെവിയിൽ ഈ ഒഴുക്കി ഒഴിക്കണം എന്ന് മുമ്പാരും പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പൊ പറയാം. ഇതുപോലുള്ളവർ കേൾക്കുമ്പോൾ, ഇതുപോലുള്ളവരെയാണ് അത്തരത്തിൽ പറയുന്നത് അവർക്ക് വേദം കേൾക്കാൻ അർഹതയില്ല എന്ന് പറയുന്നത് ഇതുപോലുള്ള ആസുരിക ശക്തികളെയാണ്. അപ്പൊ അവര് ഇനി പഠിച്ചോളണം എന്നില്ല. കാരണം ദുഷ്ടലക്ഷ്യത്തിന് വേണ്ടി തന്റെ അറിവും തന്റെ പദവിയും ദുഷ്ടലക്ഷ്യത്തിന് വേണ്ടി വിനിയോഗം ചെയ്യാൻ അദ്ദേഹം. തനിക്കൊരു സംഘടനയുടെ ഉത്തരവാദിത്വമുണ്ട്. ആ സംഘടനയുടെ ഉത്തരവാദിത്വത്തിൽ ഇരുന്നു കൊണ്ട് അത് ദുഷ്ടലക്ഷ്യത്തിന് വേണ്ടി, മറ്റാരിൽ നിന്നോ വാങ്ങിയ പണത്തിന് വേണ്ടി വിടുപണി ചെയ്യാൻ, ദുഷ്ടലക്ഷ്യത്തിന് വേണ്ടി തനിക്ക് കിട്ടിയ അധികാരത്തെ ഉപയോഗിക്കുന്ന പോലുള്ള ഒരു മ്ലേച്ഛ അദ്ദേഹം ഒരിക്കലും വേദം പഠിക്കരുത്, സനാതന ധർമ്മത്തെ പറ്റി അറിയരുത്, അതിനുള്ള അർഹത അദ്ദേഹത്തിന് ഇല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശരി, വളരെയധികം നന്ദി ശ്രീ കെ പി ശശികല ടീച്ചർ. ഈ ഒരു അവസരത്തിൽ നമ്മോടൊപ്പം ചേർന്നതിന്. അഖിൽ പാലോട്ടുമഠം തുടരുന്നുണ്ട്. അഖിൽ, എല്ലാവരും പറയുന്ന ഒരേ സ്വരം ഇത് തന്നെയാണ്. കാരണം ഒരു സമൂഹത്തെ മുഴുവൻ അധിക്ഷേപിക്കാൻ, മറ്റ് സമൂഹങ്ങളെ അധിക്ഷേപിക്കാൻ എം വി ഗോവിന്ദന് ധൈര്യമുണ്ടോ എന്നാണ് കെ പി ശശികല ടീച്ചർ ചോദിക്കുന്നത്. കാരണം മറ്റ് സമുദായങ്ങളെക്കുറിച്ചോ മറ്റ് ആചാരക്രമങ്ങളെക്കുറിച്ചോ ഇന്ന് വരെ ഒരു വിമർശനം ഉന്നയിക്കാനോ അല്ലെങ്കിൽ അതിനൊന്ന് തൊടാൻ പോലും എം വി ഗോവിന്ദനോ മറ്റ് CPM നേതാക്കൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നൊരു കാര്യം കൂടി കെ പി ശശികല ടീച്ചർ എടുത്തു പറയുന്നുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ സനാതന ധർമ്മത്തെ അവഹേളിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൂടിയാണ്. ചില സമുദായങ്ങളുടെ അല്ലെങ്കിൽ ചില സമൂഹത്തിന്റെ വോട്ട് നേടിയെടുക്കാൻ എന്നൊരു കുടില തന്ത്രം കൂടി ഇതിന് പിന്നിൽ ഉണ്ടെന്നൊരു ആക്ഷേപം ഉയർന്നു വരുന്നുണ്ട്. ദേവിക, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയാണ് രാഷ്ട്രീയമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം CPM-നെ സംബന്ധിച്ചിടത്തോളം CPM രണ്ടാമത് തുടർഭരണം നേടി അധികാരത്തിലെത്തുന്നു. അതിനുശേഷം ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുശേഷം പാർട്ടി സമ്മേളനങ്ങളിലൊക്കെ തന്നെ സർക്കാരിനും പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനും എതിരെയൊക്കെ സാധാരണ പ്രവർത്തകർ, അതായത് ബ്രാഞ്ച് സമ്മേളനത്തിലും ലോക്കൽ സമ്മേളനത്തിലും ഏരിയ സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ പങ്കെടുത്ത പാർട്ടിയുടെ താഴേക്കടയിലെ പാർട്ടി കേഡർമാരൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. ചില മതവിഭാഗങ്ങൾക്ക് വേണ്ടി, ചില മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി മാത്രം പാർട്ടി ചില കാര്യങ്ങൾ ചെയ്യുന്നു. ബഹുഭൂരിപക്ഷമാകുന്ന കേരളത്തിലെ ബഹുഭൂരിപക്ഷ സമുദായ സംഘടനകൾക്കോ അല്ലെങ്കിൽ സമുദായത്തിന് വേണ്ടിയോ അതിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയോ ഒന്നും പാർട്ടി പ്രത്യേകമായി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ള വിമർശനങ്ങൾ പോലും പാർട്ടിയുടെ പല സമ്മേളന നഗരികളിലും ഉയർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വിജയം ഉണ്ടാകുമോ? നമ്മോടൊപ്പം BJP മധ്യമേഖലാ പ്രസിഡന്റ് N. ഹരി കൂടി ചേരുന്നുണ്ട്. ശ്രീ N. ഹരി, ഇത്രയും നേരം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ സനാതന ധർമ്മത്തെ അവഹേളിക്കുന്ന നിലപാട് നിരന്തരമായി CPM നേതാക്കൾ പിന്തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം എം വി ഗോവിന്ദന്റെ പരാമർശം വലിയ രീതിയിലുള്ള വിവാദങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷ വിമർശനവുമായി യോഗക്ഷേമ സഭ മുന്നോട്ട് വന്നിരിക്കുകയാണ്. എം വി ഗോവിന്ദന് സനാതന ധർമ്മത്തെക്കുറിച്ചും ബ്രാഹ്മണരെക്കുറിച്ചും അറിയാത്തത് കൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത് എന്നാണ് യോഗക്ഷേമ സഭ സംസ്ഥാന പ്രസിഡന്റ് കീരവൻ കാളിദാസൻ ഭട്ടതിരിപ്പാട് പറഞ്ഞത്. അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്, ഈ ബ്രാഹ്മണർക്കെതിരെ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്കെതിരെ മാത്രം ഇത്തരം അവഹേളനം എന്തിനാണ്, എന്തുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നത്, ആരെ സന്തോഷിപ്പിക്കാൻ? മാത്രവുമല്ല, അദ്ദേഹത്തിന്റെ അജ്ഞത കൊണ്ട് മാത്രമാണ് സനാതന ധർമ്മത്തെ ഇങ്ങനെ അവഹേളിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. നമസ്കാരം. ഹലോ, പറയൂ, കേൾക്കാം. ഈ അദ്ദേഹം പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ്. പക്ഷെ ഞാൻ അതിനെ കാണുന്നത് വേറൊരു ദൃഷ്ടിയാണ് ഞാൻ. കാരണം ഇന്ന് ദിവസത്തിൽ അത്രയും ഡെപ്തിലേക്ക് പോകാൻ സാധിക്കത്തില്ല. ഓരോ നേതാക്കന്മാരുടെയും CPM-ന്റെ ഭാഗത്തുനിന്ന്, മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന്, അതുപോലെ ഓരോരുത്തരുടെയും, നമ്മളിതെല്ലാം പലവട്ടം ജനം TV-യിൽ അടക്കം മുഖ്യധാര മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്ത വിഷയമാണ്. അത് എന്ന് പറയുന്നത് ഇപ്പോ അദ്ദേഹം പറഞ്ഞത് അജ്ഞത എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അജ്ഞതയായി ഒരിക്കലും ഞാനതിനെ കാണുന്നത് പ്ലാൻഡ് ആണ്. വളരെ വളരെ പ്ലാൻഡ് ആണ്, വളരെ ബുദ്ധിപൂർവമാണ്, വിവേകപൂർവമാണ്. സനാതന ധർമ്മത്തെക്കുറിച്ചോ എല്ലാ കാര്യങ്ങളിലും വളരെ താത്വികമായി അവലോകനം ചെയ്യുന്ന എം വി ഗോവിന്ദൻ മാഷിന് സനാതന ധർമ്മത്തെക്കുറിച്ചോ ബ്രാഹ്മണത്തെക്കുറിച്ചോ അറിയാൻ പാടില്ല. അതിന്റെ അദ്ദേഹത്തിന്റെ അജ്ഞതയാണെന്ന് ഞാൻ കരുതുന്നില്ല, തികഞ്ഞ ബോധ്യമാനാണ്. പക്ഷെ പിന്നീട് അദ്ദേഹം ചെയ്യുന്നത് അവരുടെ ഓരോ നേതാക്കന്മാർക്കും കൊടുക്കുന്ന പിന്തുണ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ SFI ആവട്ടെ, അവരുടെ മറ്റ് സംഘടനകളാകട്ടെ, എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോന്നും നമുക്ക് എണ്ണി പറയാൻ പോകുന്നു. അതിനകത്ത് തിരിച്ചടി നേരിട്ടതിന്റെ ഭാഗത്താണെങ്കിൽ പോലും ശബരിമല വിഷയമടക്കം
ശബരിമലയായിക്കൊള്ളട്ടെ, മറ്റ് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ നമുക്കൊരു കാര്യം എടുക്കാം. ഈ ക്ഷേത്രങ്ങളിൽ അതായത് മതപാഠശാലകൾ ദേവസ്വം ബോർഡിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പോലും വിലക്കുന്ന ഒരു സാഹചര്യം നമ്മൾ മറന്നു പോകരുത്. എല്ലാവർക്കും ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ജനങ്ങളുടെ ഒരു എതിർപ്പിനെ തുടർന്നുമാണ് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏറ്റവും സാധനമാണ് അല്ലെങ്കിൽ ഒരു സംഗതിയാണ് ക്ഷേത്രങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ലീസിനെടുത്ത് നടത്താം, അവിടെ എന്തും നടത്താം എന്നൊരു സാഹചര്യം തിരിഞ്ഞു വരുന്ന ഒരു സാഹചര്യം നമ്മൾ ഈ കേരളത്തിൽ കണ്ടതാണ്. അതുകൊണ്ട് ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഹിന്ദു ക്ഷേത്രങ്ങളിൽ ഏറ്റവും ഒടുവിൽ അതിനകത്ത് ആ കേസിൽ മറ്റ് പല പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യാൻ പോലും പോയിട്ടുള്ള ഒരാളാണ് ഞാൻ. ഹിന്ദു ക്ഷേത്രങ്ങളിൽ എല്ലാ കൊടികളും ആവാം, കാവിയുടെ പ്രതീകം കാവിയം എന്നൊരു തീരുമാനം അതിപ്പോഴും നിലനിൽക്കുകയല്ലേ, ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിരിക്കുകയല്ലേ. എല്ലാം ചൊൽപ്പിടിയിലാക്കിക്കൊണ്ട് ചില ആളുകൾക്ക് ഞാൻ പറയുന്നു, ആളുകളിലേക്ക് സാധാരണ ജനങ്ങളുടെ ഇടയിലേക്ക് ഒരു വർഗീയ മുഖം ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ പിടിച്ചു നിന്ന് ഈ ചില ആളുകളുടെ, ചില വിഭാഗങ്ങളുടെ, ചില തീവ്രവാദ സംഘടനകളുടെ വോട്ടുകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി അവർക്ക് ഏത് തരത്തിലാണ് അവരുടെ അച്ചാരം പറ്റിക്കൊണ്ട് വരുന്ന നാളുകളിൽ, അതായത് കേരളത്തിലെ വലിയ ഒരു വിഭാഗത്തെ എതിര് നിർത്തിക്കൊണ്ട് ഏകപക്ഷീയമായ വോട്ട് പിടുങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കുൽസൃത ശ്രമത്തിന്റെ ഭാഗമാണ്. ഒരിക്കലും ഗോവിന്ദൻ മാഷിന് സനാതന ധർമ്മത്തെക്കുറിച്ച് അറിവില്ലാഞ്ഞിട്ട് തികഞ്ഞ ബോധ്യത്തോടുകൂടി ആ ഒരു വിഭാഗത്തെയും പ്രത്യേകിച്ച് ഒരു വിഭാഗത്തെ ഏത് കേസെടുക്കുമല്ലോ, എന്ത് കാര്യത്തിലും കേസെടുക്കുമല്ലോ. എത്രയോ തവണ ഇപ്പോൾ എം എം മണിയുടെ പ്രസ്താവനകളാണെങ്കിലും ശരി, നിരവധി നേതാക്കന്മാരുടെ പ്രസ്താവനകളാണെങ്കിലും ശരി, എല്ലാം അതിൽ ഏത് കേസാണ് നിങ്ങൾ എടുത്തിട്ടുള്ളത്? എം വി ഗോവിന്ദനെതിരെ ഈ കാര്യത്തിൽ ഈ ഒരു സമൂഹത്തിനെതിരെ തികഞ്ഞും നിശബ്ദരായി നോക്കി നിൽക്കുന്ന ഒരു സമൂഹത്തിനെതിരെ ഇത്തരം കൽപ്പനകൾ നടത്തിയ എം വി ഗോവിന്ദന്റെ കേസെടുക്കാൻ തയ്യാറാവുന്നുണ്ട്? യാതൊരു വേണ്ട. ഇത് ബോധപൂർവമായി ഹിന്ദു സമൂഹത്തെയും സനാതന ധർമ്മത്തെയും തുടച്ചു കുങ്ങളാണ് മുമ്പിലെന്ന് ചില ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള തന്ത്രപരമായ ഒരു നീക്കത്തിന്റെ ഭാഗമാണിതെന്നാണ് എനിക്ക് പറയാനുള്ളത്.